ജാസ്മിന്റെ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച വ്യക്തിയായിരുന്നു അഫ്സൽ. അഫ്സൽ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ 2 വീഡിയോ ഇട്ടിരുന്നു. അത് ആദ്യം ജാസ്മിൻ ജിൻഡോയോട് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ജിൻഡോയോട് ജാസ്മിൻ പറയുന്നത്, ഈ ഒരു അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തിയെ ജാസ്മിൻ അറിയാം, നല്ല സൗഹൃദത്തിലാണ്. പുള്ളിയാണ് ഇങ്ങോട്ട് വന്ന് കല്യാണം ആലോചിച്ചത്. 1.5 വർഷമായി നല്ല അടുത്ത സൗഹൃദത്തിലാണ്. പിന്നെ പോവാൻ നേരത്ത് ഞാൻ വിവാഹം കഴിക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല, നോക്കാം എന്നാണ് പറഞ്ഞത് എന്നാണ് ജാസ്മിൻ ജിൻഡോയോട് പറഞ്ഞത്. ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് അഫ്സൽ പറയുന്നത്, ഇവൾ എന്നെ നന്നായിട്ട് ഉപയോഗിച്ചു. ഇത്രയും നാൾ ഇവർക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. അതായത് ബിഗ് ബോസിന് പോകുന്നതിന് തൊട്ട് മുൻപ് പോലും ഞാൻ ഇവൾക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇവൾ എന്നെ വലിച്ചെറിഞ്ഞ രീതിയിലാണ് ഇപ്പോൾ. അകത്ത് ഇവളുടെ പെരുമാറ്റം, അതായത് ഗബ്രിയുമായിട്ടുള്ള പെരുമാറ്റത്തെയാണ് അഫ്സൽ പറയുന്നത്. അവളുടെ സൗണ്ട്, അവളുടെ വർത്താന രീതി, ഇതൊക്കെ കണ്ടപ്പോൾ ഇവൾ ഇത്രയും നാൾ എൻ്റെ അടുത്ത് സംസാരിച്ച രീതി പോലും ഇതല്ല. കാര്യം അത്രയും വഞ്ചിക്കുകയായിരുന്നു. ഞാനൊരു നല്ല പെൺകുട്ടിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അഫ്സലിനോട് സംസാരിക്കുന്നത് പോലെയാണ് ജാസ്മിൻ സംസാരിച്ചത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജാസ്മിന്റെ യഥാർത്ഥ സ്വഭാവമാണ് ബിഗ് ബോസിനുള്ളിൽ കാണുന്നത്. ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒറിജിനൽ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന്. അതായത് 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എന്ത് നാറിയ കളിയും കളിക്കാമെന്നാണ് ജാസ്മിൻ പറയുന്നത്. മാത്രമല്ല, ഈ നാറിയ കളി കളിക്കുന്ന ഈ സ്വഭാവം തന്നെയാണ് തൻ്റേതെന്നും ജാസ്മിൻ അവിടെ പലവട്ടം പറയുന്നുണ്ട്. എന്തായാലും അഫ്സലിനെ പോലെ ഒരു പയ്യൻ ബിഗ് ബോസിൽ ജാസ്മിന് പോയതുകൊണ്ട് മാത്രം, ഈ ഒരു ഷോ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു.